കണ്ടില്ലേ ഇവിടുത്തെ ജനങ്ങളെ കണ്ടില്ലേ? ജനങ്ങൾ വരുന്ന വരവ് കണ്ടിട്ടുണ്ടെങ്കിൽ ബേജാറാവും. ഇതിനുള്ളില് നിൽക്കാൻ വയ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കണ്ട. നിൽക്കാൻ വയ്യ, ഇവിടുന്ന് ഓടിക്കാണ് ഇവിടെ. അപ്പോൾ ഇക്കൊല്ലത്തെ ഈദ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അറിയാം അജ്മീറിലാണ്. അപ്പോൾ അവിടെ എന്തായി നിസ്കാരം തുടങ്ങാനായി. നമുക്ക് എന്ത് ചെയ്യാം, അതായത് 8 മണിക്കുള്ള നിസ്കാരമുണ്ട്, പിന്നെ 9:15 ഞാൻ 9:15 കൂടാന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആ 8 മണിക്കുള്ളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇത് നമ്മളെ റൂമാട്ടാ, ആകെ അലങ്കോലായി കിടക്കാണ്. അതാണ് ഞാൻ കാണിച്ചു തരാൻ ഒരു മടിക്കണ്ടില്ല, എങ്ങനെ അലങ്കോലായി കിടക്കാണ്. കണ്ടില്ല ഇത്രക്കും ജനങ്ങളാ. ഇത് പുറത്താണ്, നിസ്കരിക്കാൻ പറ്റില്ല, ഉള്ളിലാണ് നിസ്കാരം. കണ്ടില്ലേ, അപ്പോൾ പുറത്തുണ്ട്, അത്രക്കുണ്ട് പുറത്ത്, കണ്ട് കയറാൻ കഴിയൂല, അത്രക്കും ജനാണ്. എന്താ ഇതെന്ന് പറഞ്ഞാൽ അജ്മീറിൽ കണ്ടില്ലേ പുറത്താണ്, ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയാണ്. ഏറ്റവും മുന്നിൽ പോയി ഉള്ളിൽ പോകണം. പക്ഷെ ഇത്രയും ആളുകളായോണ്ടേ കയറാൻ കഴിയൂല. പെരുന്നാളെന്ന് പറഞ്ഞാൽ കണ്ട ഇവിടെ അജ്മീറിലാണ്. അപ്പം ജനം കാണിച്ചു തരാം. അപ്പം ജനം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ട് അത്രക്കും ജനാണ് നിസ്കരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാൻ പോലും വയ്യ, അത്രക്കും ജനമുണ്ട്. കണ്ടില്ലേ, എന്തായാലും ഈ പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്ക് നമ്മൾ എത്തിപ്പെട്ടത് അജ്മീറാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നടന്നിട്ട് അങ്ങോട്ട് എത്തണം, അത്രക്കും ജനങ്ങളാണ്. കണ്ടില്ലേ, എന്താ നമുക്ക് എന്താണ് പോവാണ് നമ്മൾ ഇല്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫോണൊക്കെ സേഫാക്കിയില്ലെങ്കിലേ ഫോണൊന്നും പോണ വയ്യ അറിയില്ല. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ തിരിച്ചു വരും. നമുക്ക് ഏകദേശം 9:15 9:15 നിസ്കാരം. നമ്മളെന്താ ചെയ്ത് 8 മണിക്കുള്ളതിന് കൂടിയില്ല, 9:15 അപ്പുറത്തെ പള്ളിയിലായിട്ട് നിസ്കാരമുണ്ട്. ഇവിടെ 4 പള്ളി ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, 4 അതിൻ്റെ മുകളിലും ഉണ്ട്, അപ്പുറത്തായിട്ടൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഇവിടെയൊക്കെയായിട്ടൊക്കെ നിസ്കരിക്കാം. അപ്പോൾ ഇത് ഷാജഹാൻ പള്ളിയിലാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോകാൻ പറ്റിയില്ല ജനങ്ങളെ കൊണ്ടേ. ഇല്ലേ, എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കയറി ജനങ്ങൾ അത്രക്കുണ്ട്. ഇതിനുള്ളിൽ അത്രക്കും ജനങ്ങളാണ്. ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് കയറാനും വയ്യ, നടക്കാനും വയ്യാന്ന് പറഞ്ഞ അവസ്ഥ. എന്തായാലും ജുമാ കഴിഞ്ഞ് ഇനി അടുത്ത ജുമാ വരുന്നുണ്ട്. എന്താ ചെയ്യുക, ജുമാൻ്റെ വീഡിയോ ഇടാൻ എന്ത് ചെയ്യുന്ന പോലീസുകാർ എന്ത് ചെയ്യുക, സമ്മതിച്ചില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ആയിക്കോട്ടെ. അവിടെ എത്താറായി. ഫസ്റ്റ് ഗേറ്റിൻ്റെ ആയി കൂടിയല്ല നമ്മൾ കയറുന്നത്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇത്ര തിരക്ക്. ഇനിയിപ്പോൾ ബാക്കിലത്തെ ഗേറ്റിൽ ഇതേമാതിരിയാവും. ഒരുപാട് ഗേറ്റ് ഉണ്ടല്ലോ, എത്ര 12 ഗേറ്റ് ഉണ്ട്. തിരക്കാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നു. അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഇവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞെടുക്കാം. എന്താ കുറേ ആളുകൾ ഒഴിഞ്ഞ് പിന്നെ കണ്ടില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് ഒന്ന് പോയി വരാം, അവിടേക്ക് ഒന്നേ കണ്ടിട്ട് വരാം. അത്രക്കും ജനം പെരുന്നാളായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കും പോലീസുകാർ സ്കോഡുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗമൊക്കെ ഒന്നാണ്ട് കണ്ടു നോക്കാം. ജനങ്ങളെ കൊണ്ടേ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്തായാലും ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വയ്യ. ഞാനാണെങ്കിലോ ഈ പെരുന്നാക്കാണെങ്കിലോ ഇവിടുത്തെ കോസ്റ്റ്യൂം, ഇവിടുത്തെ ആൾക്കാരിടുന്ന ഡ്രസ്സും എന്ത് ചെയ്തിരുന്നതാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്. പക്ഷെ എനിക്ക് എന്തോ പോലെ ഇട്ടിട്ട് അപ്പം എന്താ ചെയ്യുക, തിരക്ക് കഴിഞ്ഞുകൊണ്ട് കുറേ സമാധാനമുണ്ട്. ഈ ഭാഗത്തേക്ക് തിരക്കില്ല. നേരെ ഫ്രണ്ട് ഗേറ്റിൻ്റെ നേരക്ക് സ്ട്രൈറ്റ് ആയി പോകുന്നൊരു വഴിയാണ്, പുറത്തേക്കുള്ള മറ്റൊരു വഴി. ഒന്നാമത്തെ ഗേറ്റിൻ്റെ അവിടെ എത്ര തിരക്കുന്നു, ബാക്കിയുള്ള ഗേറ്റിൻ്റെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല, അത്രക്കും തിരക്കായുണ്ട്. ഇവിടെ ഇതില്ലേ ജനങ്ങൾ ഇത്രക്ക് ഉണ്ടായോണ്ട് നമുക്കെന്താ ചെയ്യാം, ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് എടുത്തു എന്താ, ഞാൻ ഫുൾ സൂമിങ്ങിൽ ഇടാൻ പോവാണ്. ഫുൾ സൂമിങ്ങിൽ, അതായത് എന്താ ഫുൾ സൂമിങ് ആണിത്.
അവസ്ഥ കണ്ടില്ലേ, എന്തായാലും അവസ്ഥ രക്ഷയില്ല മക്കളെ. തിരക്കുണ്ട് എന്തായാലും, ജീവൻ പോണ അമ്മായിട്ട് തിരക്കണം ഇതിൻ്റെ ഉള്ളിൽ, നിൽക്കാൻ വയ്യ. എന്താ ചെയ്യാ, അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടി ആയിട്ടാ. ദർബാർ ഹാജ മൈനുദ്ദീൻ ചിസ്തി അവരുടെ ദർബാറിലേക്ക് കയറാനുള്ള ഒരു വഴി. നമ്മളെ കേരള ഹോട്ടൽ കണ്ടില്ലേ, കേരള ഹോട്ടലാട്ടത്, കേരള ഹോട്ടൽ. ഇന്നിപ്പോൾ ഈദായിട്ട് തുറന്നിട്ടില്ല, കുറച്ചിങ്ങനെ തുറക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമാണ്. ഞാൻ ചെരുപ്പ് എന്തായാലും ഇട്ടിട്ടില്ല, എൻ്റെ ചെരുപ്പ് ഒന്ന് പോയിട്ട് എന്താ ചെയ്തത്, ചെരുപ്പ് പുതിയൊന്ന് വാങ്ങിയതാണ്, പുതിയതാണ്. ഇവരെ നല്ല കാണുമ്പോൾ എടുത്തോണ്ട് പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെരുപ്പ് റൂം തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു, ചെരുപ്പ് അയച്ചിട്ട് എന്ത് ചെയ്തു പോകുന്നു. മലയാളീസിനെ കണ്ടിട്ടാണ്, മലയാളീസിനെ കണ്ടു. എൻ്റെ ഇവിടെ ഉള്ളവരെ പേര് നൗഫിയർ. അപ്പൊ അവര് ചോദിക്കാണ് എവിടെ ഉള്ളത്. ഇവിടെ ഒരാൾ കണ്ടില്ലേ, ഭയങ്കര കാണുന്നില്ല, പാടുന്ന കണ്ടില്ലേ, ഭയങ്കര പാട്ടാട്ടാ. നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളുമായിട്ട് എന്ത് ചെയ്യാ, ഇതിനുള്ളിൽ ബ്ലോഗ് ചെയ്യും. ചെറിയ ചെറിയ ചൊറിയന്മാരുണ്ട് ഇതിനുള്ളിൽ, ബ്ലോഗ് ചെയ്യാൻ സമ്മതിക്കൂല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഹാജ പാപ്പയുടെ ദർബാറിന്റെ ഉള്ളിലേക്കുള്ളൊരു വഴി. എന്താ അജ്മീർ ഹാജ, ഇതാണ് ഷാജഹാൻ മസ്ജിദ്. ഇവിടുത്തെ നിസ്കാരമായിരുന്നു 8 മണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിൽക്കാൻ പോയി, അമ്മായിരത്തെ ജനായിരുന്നു. അപ്പൊ ഇതാ ഇങ്ങനെ കണ്ടില്ലേ, അത്രയ്ക്ക് ജനപ്പം കുറഞ്ഞിക്കണേ. ഇതൊന്നും അല്ലായിരുന്നു, ഇവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റി, ഞാൻ റോട്ടുമേലെ നിന്നു പോയി. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതാണല്ലോ എല്ലാവരും കാണാൻ, ഈ കുബ്ബ കാണാനാണല്ലോ എല്ലാവരും പ്രത്യേകമായിട്ട് നിൽക്കുന്നതുണ്ട്. ആ കുബ്ബ കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടില്ല, കുബ്ബ കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടില്ല. ഇത് കാണുമ്പോൾ ഉള്ളൊരു രസം വേറെ തന്നെ ഉണ്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ വീഡിയോ ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. നമുക്ക് എന്താ ചെയ്യാം, ആദ്യം അവിടെ ഒന്ന് പോയേക്കാം. അവിടെ എന്താ വെച്ചാൽ ഒരു കുളമുണ്ട്, അതുപോലെ അവിടെ കൊടികളുണ്ട്, പതാകകളുണ്ട്. എന്താ രസമല്ലേ കാണാൻ. അടുത്ത ആ മുകളിൽ കാണുന്ന താരക്കെട്ട്, അതല്ലേ താരക്കെട്ട്, താരക്കെട്ടല്ലേ, താരക്കെട്ട് അങ്ങയല്ലേ ഇത്. അവിടെ മൊഹീദ്ദീൻ റസൂലുള്ളാഹി ഇരുന്ന സ്ഥലമാണ് പറയുന്നത്. അവിടേക്കും പോവാ. നമ്മൾ താരക്കെട്ട് വേറെ ഭാഗത്താണ്, നമുക്ക് അങ്ങോട്ട് പോകണം. അവിടുത്തെ വീഡിയോ ഒന്ന് നമുക്ക് എടുക്കണം. എന്താ ചെയ്യുന്ന പോവാ. ഇതാണ് ഇവിടെ വെള്ളം എടുക്കുന്ന ഒരു ഇതാട്ടാ, വെള്ളം കണ്ടില്ല, എന്താ രസമല്ലേ കാണാൻ. ചിലത് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടെ കുളമല്ലേ, എന്താ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ മണ്ണില്ല പതാക കുളം. ഇവിടെ കുളത്തിൽ ആരെയും ഇറക്കൊന്നുമില്ല കേട്ടാ, ലോക്കൽസ്. നമുക്ക് ഒന്നും കുളിക്കാൻ കഴിയില്ല. ഇവിടുത്തെ വരെ തന്നെ കുളിക്കുന്നുണ്ടോയെന്ന് ഡൗട്ടാണ്, അറിയില്ല. കുളം ക്ലോസ് ആണ്. ഇത് കാണുമ്പോൾ ഒരു മദീന പോലെ ഉണ്ട് അല്ലേ, ഇന്ത്യയിലെ മദീന എന്ന് പറയാം. അതാ എന്താ ചെയ്യാ, കണ്ടു നോക്കാം. നമ്മുടെ പതാകകൾ കണ്ടില്ലേ, മാഷാ അല്ലാഹ് ഒരുപാടുണ്ട്. കാല് നിലത്ത് വെക്കാൻ കഴിയും, അമ്മാരത്തെ ചൂട് കണ്ടില്ല. കുളത്തിൽ വെള്ളം ഇല്ല കേട്ടാ, വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ചൂടായതുകൊണ്ട് കുളത്തിൽ വെള്ളമില്ല. കണ്ടില്ലേ, ഇവിടെ അത് കണ്ടോ, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുസൈൻ അല്ലേ, ഹുസൈൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അറബിയിൽ. കണ്ടില്ലേ, ഇതാണ് കുളത്തിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്. ഉമ്മായിട്ടൊക്കെ ഭയങ്കര ചരിത്രങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഞാനിങ്ങനെ വ്ളോഗ് കൊടുത്ത് ഇങ്ങനെ പോവാ. ചരിത്രം എനിക്ക് എന്താ ചെയ്യുക, മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചരിത്രം ചോദിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, തീർച്ചയായും പറയുന്നതാവും. അപ്പോൾ ഇതൊക്കെയാണ് കുളത്തിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ, ഈ സൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കവാലി നടക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ആൾക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യമായി ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇടുന്നത്. എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത്, എൻ്റെ പ്രിയ സുഹൃത്ത് ടിപ്പു സുൽത്താൻ ഗിഫ്റ്റ് ചെയ്തേന്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയൊക്കെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായി മോശമായി പെരുമാറുന്നവരുണ്ട് ഇവിടെ. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റാണ്. പക്ഷെ ഇവിടെ ഉള്ളവരെ എങ്ങനെ നമുക്കൊന്നുണ്ടാ. ഇവിടെ വന്നപ്പോൾ നല്ല തണൽ, പൂക്കളും കാര്യങ്ങളും എല്ലാമായിട്ടുള്ള സ്ഥലം. ഇവിടെയാണ് മെയിൻ കവാലി. എപ്പോഴും ഇവിടെ കവാലി നടന്നുകൊണ്ടിരുന്നു. കണ്ടില്ലേ, കവാലി കണ്ടില്ലേ,
എന്തായാലും രസം കാണാൻ തന്നെ വേറൊരു ഭംഗി തന്നെ. കാണാൻ തന്നെ വേറൊരു ഭംഗി തന്നെ കണ്ടില്ലേ. എന്താ ചെയ്യാ, ഇവിടത്തൊക്കെ ഒന്ന് കണ്ടു വെക്കാം. അപ്പോൾ ഇവിടത്തൊക്കെ ഇതൊരു പള്ളിയാട്ടോ. ഈ പള്ളിയുടെ പേരെന്താ? ഇത് പള്ളിക്ക് നാം തരുമാ? അവൻ തമിഴാണ്, നമ്മൾ തമിഴ്നാട്ടിലെ സുഹൃത്താണ്. പിന്നെ ഇവിടുത്തെ എന്ത് ചെയ്യാം, നമുക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങി നോക്കാം. അതാണ് മെയിൻ സ്ഥലം, ഉള്ളിലോട്ട് കയറുന്ന സ്ഥലം കേട്ടോ. ഇങ്ങനെയും കയറട്ടോ, ഇങ്ങനെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പൂക്കളും കാര്യങ്ങളും ഒരുപാട് മസ്ജിദ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ പറഞ്ഞ ഒന്നൊന്നല്ല, ഒരുപാട് മസ്ജിദ് ഉണ്ട്. പിന്നെ 4 എന്തോ അറിയപ്പെടുന്ന എന്തോ ഒരു ഫേമസ് എന്തോ ഒരു മസ്ജിദാണ്, ഷാഫി അനഫി അങ്ങനെ എന്തോ ആണ്. പിന്നെ ബാക്കി 2 എന്താ പറയുക, അൻബലി പിന്നെ വേറെ ഒന്നും കൂടിയാണ്, എനിക്ക് വ്യക്തമായിട്ട് ഇങ്ങനെ അറിയില്ല. ഇതാണ് ഉള്ളിലോട്ട് പോകുന്ന സ്ഥലം. ഇതാണ് മെയിൻ ഗേറ്റ് ആണ്, ഉള്ളിലോട്ട് പോകുന്ന സ്ഥലം. അവിടെയാണ് ഹാജപ്പാപ്പയുടെ എന്തുള്ള മക്ബറയുള്ളത് കേട്ടോ. ഉള്ളിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത്, സിയാറത്ത് ചെയ്യാനും വേണ്ടിയിലോട്ട് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ കണ്ടില്ല. പിന്നെ ഇവിടെ അതൊരു മക്ബറയുണ്ട്. ഇവരെ പേരെന്താണ്? അസ്റത്ത്. അവിടെ ആ പോസ്റ്റർ ഉണ്ടായിരുന്നു, ഫുള്ളായി മനസ്സിലായി. സയ്യിദ് മുഹമ്മദ് യാദ്ഗർ ചിസ്തിയ സുൽത്താൻ. മക്കാമും ഒരുപാട് മക്കാമുകളുണ്ട്. വീഡിയോ എടുക്കാൻ முடியுമോ? അപ്പോൾ എന്താ മക്ബറകളാണ്. ഇവരെ നാം ഷാനു ചിസ്തി അല്ലേ? ആ മാഷാ അല്ലാഹ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. മാഷാ അല്ലാഹ്, ശുക്രൻ ഹബീബി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മളെ കേരളത്തിൽ അജ്മീർ ഫക്കീർ അമ്പംകുന്ന് ഖാജ മീറാൻ വലിയുല്ലാഹി ഇപ്പാപ്പ 20 വർഷം ഇരുന്നിരുന്ന ഒരു സ്ഥലമുണ്ട്, മലബാർ ഹൗസ് എന്ന് പറയും. അപ്പോൾ അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അവിടെ ഈ ഏരിയയിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. ഇതായിരുന്നു അത്. ഉണ്ടില്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല? ഒന്ന് കാണുന്നുണ്ട് വിചാരിക്കുന്നുണ്ടാ. സയ്യിദ് നഫീസുദ്ദീൻ ചിസ്തി, സയ്യിദ് വജീഹുദ്ദീൻ ചിസ്തി, മലബാർ ഹൗസ്, അലി മഹൽ, പന്നി ഗ്രാമം പോലീസ് ചൗക്കി, ദർഗാ ശരീഫ് അജ്മീർ. ഇതിന് നമ്മളെ ഉപ്പാപ്പാൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് ഉപ്പാപ്പായിലൂടെ വന്നതാണ് ഇത്, മനസ്സിലാവുണ്ട്. അജ്മീർ ഫക്കീർ അമ്മ ബീരാൻ വലിയാന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഉപ്പാപ്പ എന്താ പറയുക, ഇവിടുത്തെ എന്തോ ഒരു ഫക്കീറുമായിട്ട് ഉപ്പാപ്പ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ഫക്കീർ ഇവിടെ ഇരിക്കാൻ കഴിയൂല, ഇവിടെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലോ പറഞ്ഞ് അങ്ങനെ ഉപ്പാപ്പ ചോദിച്ചാൽ അവരോട്, ഉപ്പാപ്പ ഒരു ഫക്കീർ കോലത്തില്ല, ഉപ്പാപ്പ ചോദിച്ചാൽ അവരോട് ഇത് എനിക്ക് തരണമെന്ന്. അപ്പോൾ ഉപ്പാപ്പൻ്റെ കോല അങ്ങനത്തെ ഒരു കോലയല്ലേ. അപ്പോൾ അവർ പുച്ഛിച്ചും കണ്ട് ചിരിച്ചും കണ്ട് പറഞ്ഞാലോ, അപ്പോൾ ഉപ്പാപ്പ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാഷ് ഇങ്ങനെ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അവരാകെ അത്ഭുതപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എത്രയോ ക്യാഷിന് വേണ്ടിയിട്ട് അത് ഉപ്പാപ്പ വാങ്ങി. അങ്ങനെ ഉപ്പാപ്പൻ്റെതായത്. അങ്ങനെ ഉപ്പാപ്പ 20 വർഷമായിട്ട് ഇവിടെ ആയിരുന്നു ഉപ്പാപ്പ ഇരുന്നിട്ടാ. പിന്നെ ഇത് അങ്ങനെയാണ് ഈ മലബാർ ഹൗസ് വന്നതെന്ന് പറയും. ഷാഫി മസ്ജിദാട്ടാ. അതായത് ഷാഫി മസ്ജിദ്, ഷാഫി ഇമാമുമായിട്ട് നമ്മളെ ഇമാമ് ഷാഫി അവരുമായിട്ട് ബന്ധപ്പെട്ടവർ ഇവിടെ വന്നിട്ടാണ് അധികം നിസ്കരിക്കാറ്. നമ്മളത് മുസൽമാർ മറ്റേ മൊയ്ലിയന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ. മൊയ്ലിയന്മാരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ മലബാർ ഹൗസ്. ഇത്രയുണ്ട് കണ്ടില്ലേ. ടിപ്പു താൽ ഇത്രയാണ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ, അജ്മീറിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ പെരുന്നാൾ. ഈ വലിയ പെരുന്നാളിന് നമ്മളിതാ അജ്മീറിലായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നുള്ളൊരു എന്താ പറയുക ഒരു പ്രതീക്ഷ പോലും വെച്ചിട്ടില്ല. പക്ഷെ എത്തിപ്പെട്ടു. ഞങ്ങൾ ഇവിടെ ആയിരുന്നു, നിസാമുദ്ദീൻ ഉപ്പാപ്പയുടെ അവിടെ ആയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് സിയാറത്ത് അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങാന്നുള്ളതിൽ നമുക്ക് എന്ത് ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. നമുക്ക് പെരുന്നാൾ ഇവിടെ കൂടണം എന്നുള്ളത് കൊണ്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് കിട്ടിയ ട്രെയിൻ കിട്ടലിൽ കയറി വന്നതാണ്. കണ്ടില്ലേ, ഫക്കീർ ചിസ്തിയ ഹാദിം ഹാജ സ്വാഹിബ്, ഒരുപാട് സ്ഥലങ്ങളായിട്ട്. അതൊക്കെ അവരുടെ ഓരോ കാദിമുകളെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് മറ്റൊരു ഗേറ്റ് ആട്ടോ. ഇത് എത്രാമത്തെ? ഇത് ഗേറ്റ് നമ്പർ എത്രയാണെന്ന് അറിയില്ല, നമുക്കൊന്ന് നോക്കാം.
എല്ലായിടത്തും ഇതുണ്ട്, ഇതും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഉണ്ട്. ഗേറ്റ് നമ്പർ 5 ആട്ടോ അത്. ഗേറ്റ് നമ്പർ 5 ആണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ കാണാത്തവർക്കായിട്ട് കാണാം. കണ്ടില്ലേ? ഇതും ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്. എന്താണെന്നറിയില്ല, പെരുന്നാളായിട്ടായിരിക്കും. ഞാൻ ഇവിടെ 2 ദിവസമായി വന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കണ്ടോക്കാം. ഇവിടെ എന്താ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റോറി ഉണ്ട് കേട്ടോ. എത്ര 1000 വർഷമായില്ലേ ഹാജ വന്ന്? 1000 വർഷം. 1000 വർഷത്തിനടുത്തായി ഇവർ വന്നിട്ട്, ഹാജ വന്നിട്ട്. അത്രക്കും എന്താ പുരാതനമായ ആ മസ്ജിദുകളൊക്കെ ഇവിടെ എപ്പോഴും കൊണ്ടൊക്കെ നിലനിൽക്കുന്ന കൊള്ളുന്നുണ്ട്. ഇതൊരു മസ്ജിദാണ്, കണ്ടില്ലേ? അപ്പം നമുക്ക് ഒരുപാട് മസ്ജിദ് ഉണ്ട്. അറബി എനിക്ക് വല്ലാതെ വായിക്കാൻ അറിയില്ല. എന്താണ് ഖാലിഖി ചിസ്തി, ഉറുദു ആണ്, അറബി അല്ല, ഉറുദുവിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഖാലിഖ് എന്നല്ല, ആനിക്ക എന്താ അറിയില്ല. എനിക്ക് ഉറുദു ആയതുകൊണ്ട് തീരെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മൾ പിന്നെ എപ്പോഴും കാണുന്നതായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഹസൻ ഹുസൈൻ. പിന്നെ അത് അറബിയിലുണ്ട. ഇതൊക്കെ അവരെ കാദിമുകൾ ഇരിക്കുന്ന സ്ഥലം, എന്തില്ല ഇരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു കാണാം. പിന്നെ ഇതും ഒരു മസ്ജിദാന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് മസ്ജിദുകളുണ്ട്, എല്ലായിടത്തും മസ്ജിദുകളാണ്. ഇവിടെ പല സമയത്താണ് ബാങ്കുകൾ. അതായത് ഷാഫി മദബിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ നിസ്കരിക്കും, അനഫിയിലാവുമ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് നിസ്കരിക്കും. ഇതുക്കുള്ള പോകാൻ മുടിയുമാ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അതിവിടുത്തെ പൂവും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ടില്ല. ഇവിടുത്തെ ഒരു മസ്ജിദും കാര്യങ്ങളും ഇവിടുത്തെ കാദിമുകളാണ്. അപ്പോൾ ആ സ്വഭാവം ആരെന്നറിയില്ല, അതുകൊണ്ട് ഞാൻ വല്ലാതെ അടുക്കലില്ല. ചിലപ്പം ചീത്ത പറയും. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. നമുക്ക് എന്താ ചെയ്യാം, ഇനി പുറത്തുകോട്ട് തന്നെ ഇറങ്ങിയിട്ട് പുറത്തോട്ട് വിഷ്വൽ എടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ നമ്മൾ പോയതാണ് പള്ളി. അവിടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം. ഇനി എന്താ ചെയ്യുക, നമുക്ക് ആ ഫ്രണ്ട് സൈഡ് പോയിടല്ലേ. അപ്പോൾ ആ ഭാഗത്തുള്ള നമ്മളെന്ത് ചെയ്യുക, വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയാണ് ജനങ്ങൾ ഒരുപാടുണ്ടാവുക. അവിടെ നിന്നാണ് ആളുകൾ ഇറങ്ങി വരുന്നത്. കണ്ണ് കാണാത്തവരൊക്കെ ആയിട്ട് കണ്ടില്ല. അവിടെ നിന്നുണ്ട അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ബാബു റഹ്മത്ത് ഇന്ന് ഓപ്പൺ ആക്കിയിരിക്കുന്നല്ലേ, റഹ്മത്തുൽ ബാബ്. അതായത് അജ്മീർ ഹാജ പോയ ഇടമാണെന്ന് പറയുന്നത്. ബാബു ജന്നത്ത്, റഹ്മത്തിന്റെ ബാബിൽ ജന്നത്ത്. അതിപ്പാപ്പ എപ്പോഴും പോയിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്തായാലും ഉള്ളിലൊക്കെ ഒന്ന് പോയേക്കണം, ഇതിലൂടെയൊക്കെ ഒന്ന് പോയേക്കണം. നമുക്ക് എന്തായാലും വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് നിന്നുകൊണ്ട് പിന്നോട്ട് വലിയ ഇതൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് എന്ന് പറയുന്നതാ ചില്ല ബാബ. അതായത് ഫരീദുദ്ദീൻ പഞ്ചശഖർ ഇരുന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. എന്താ അവരുടെ ഒരു ഇരുന്നിരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഹാജപ്പാപ്പയുടെ ഒരു മകളുണ്ട് അമ്മത്തുള്ള എന്ന അവരുടെ ഒരു ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞാൽ ഹാഫിസ ജമാൽ. ഒരു മകളേ ഉള്ളൂ ഹാജപ്പാപ്പക്ക്. ഇതാണ് അമ്മത്തുള്ള. അവരുടെ എന്താ പറയുക ദർബാറിട്ട ദർഗ ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. എന്താ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല, ക്യാമറ അതിനുള്ളുണ്ടാ. ഇതാണ് അവരുടെ ദർബാർ. പിന്നെ വേറൊരു ഭാര്യയുണ്ട് ഇസ്മത്തുള്ള എന്ന് പറയും. ഇതാണ് അവരുടെ ദർഗ എന്ന് പറയുന്നത്. എന്താ ചെറുതായിട്ട് ഇങ്ങനെ കാണാനേ കഴിയുള്ളൂ. പിന്നെ അവരുടെ ഒരു ഫക്രുദ്ദീൻ മകനുണ്ട്, അത് ഫേമസ് ആണ്. അവരൊക്കെ സർവാറിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇത് മറ്റൊരു മസ്ജിദാട്ടാ. പിന്നെ ഒരുപാട് മസ്ജിദും കാര്യങ്ങളായിട്ട്. പിന്നെതാ നമ്മൾ അങ്ങനെയാണ് വന്നത്. പിന്നെതാ നമ്മൾ അവിടെ വീഡിയോ എടുത്തത്. പിന്നെ ഇങ്ങോട്ടാണ് മെയിൻ ഗേറ്റ്, ഒന്നാമത്തെ ഗേറ്റിൻ്റെ വഴിയിലൂടെ വരുന്നത്. പിന്നെ ഇവിടുത്തെ എന്താ പറയുക ഫേമസായ എന്താ പറയുക ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പുകൾ, അതിൽ ക്യാഷുകളും അതൊക്കെ നമുക്ക് എന്താ കണ്ടുനോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ലങ്കർ കഞ്ഞി കുടിക്കാനുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കിട്ടും. കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് പോയൊക്കെ വീഡിയോ എടുക്കാൻ അലോട്ടാണെന്ന് അറിയില്ല. ഗേറ്റ് നമ്പർ 3 അവിടെയാണ്. നമുക്ക് എന്ത് ചെയ്യാം കാര്യം നോക്കുക. ഇതൊക്കെ അവരുടെ ഖാദിമർ ഹാജപ്പാപ്പയുടെ പേരമക്കളിരിക്കുന്ന സ്ഥലങ്ങളാണ് ഖാദിം. എന്തായാലും വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിൽ വീഡിയോ അലോട്ട്
നമ്പർ എന്താ ഇവിടെ എന്തോ കഞ്ഞി കിട്ടുന്നൊരു സ്ഥലമൊക്കെ ഇവിടെ അത്രേ ഉള്ളൂ. ഗേറ്റ് നമ്പർ 2 ആണ്. ഇതിൻ്റെ ഉള്ളിൽ പോയോ നമുക്ക് ഇവിടെയാണ് ആ കഞ്ഞി ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെയാണ് ആ കഞ്ഞി ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെയാണ് കഞ്ഞി കിട്ടുന്നത്. അതിനൊരു സമയമുണ്ട്, രാവിലെ പിന്നെ വൈകുന്നേരം. അടിപൊളി കഞ്ഞിയാട്ടാ. കുടിച്ചു കഴിഞ്ഞാണ്ടല്ല, മധുരത്തിലും കിട്ടും മധുരം ഇല്ലാതെയും കിട്ടും. ഇതാണ് ലങ്കർ കഞ്ഞി അല്ലേ? ലങ്കർ കഞ്ഞി എന്ന് അറിയപ്പെടും. അപ്പം നമുക്ക് പുറത്തോട്ട് തന്നെ ഇറങ്ങാം. ഇതൊക്കെയാണ് ഹാജ പാപ്പയുടെ ഇവിടെ കാണാൻ പറ്റുന്നത്. രാത്രി ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുണ്ട്. അത് ഭയങ്കര രസമാണ് കാണാനും വേണ്ടിയിട്ട്. മൈക്ക് ഓണൊന്നുമില്ല. ഇതൊക്കെ രാത്രി വിഷ്വലിൽ കിട്ടുള്ളൂ. എന്തായാലും ഈ പെരുന്നാൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സ്വന്തം നാട്ടിലല്ല, രാജസ്ഥാൻ അജ്മീറിലാണ് കൂടിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ചെമ്പുകളും അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ലേ, എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടു നോക്കാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടു നോക്കാം. ചെമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഇതിലോട്ട് കയറ്റമൊന്നും അറിയില്ല, പോയി നോക്കാം. ഉണ്ട്, കയറ്റം തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ബൈ ബൈ. അപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോയെന്ന് അറിയില്ല. ഒന്ന് ജസ്റ്റ് എന്താ ഇതൊക്കെയാണ് ചെമ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്യാഷും കാര്യങ്ങളായിട്ട് ഉണ്ട്. അതിൽ അരിയില്ല, ക്യാഷും കാര്യങ്ങളായിട്ട്. ഈ ചെമ്പ് എന്താണ്, ഇതിനെന്താ പേരെന്താ പറയുക, ഒന്നാം എന്താ അക്ബർ ഭാഷ. അതായത് അക്ബർ രാജാവ് കൊടുത്ത ചെമ്പാന്നത് പറയുന്നു. പിന്നെ വേറെ ഉണ്ട്, അപ്പുറത്തൊന്നുണ്ട്. നമുക്ക് അതും കണ്ടു നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് എന്തെങ്കിലും കണ്ടു നോക്കാം. അത് അവിടെയാണ് ആളുകൾ ഫുള്ള്. ആ ചെമ്പിലോട്ടുള്ളത് കണ്ടില്ലേ, വിറകൊക്കെ വെക്കുമ്പോൾ കണ്ടില്ലേ, എന്താല്ലേ അതിൻ്റെ ഉള്ളിൽ. ഓ മൈ ഗോഡ്. നമുക്കെന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലോട്ട് കയറി വെക്കാം. കയറുന്നൊരു സ്ഥലം നമുക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാം. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. എന്താ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, അരി, ക്യാഷ്, ഒരുപാട് ക്യാഷ്. 500, 1000, 1000 നോട്ടില്ല, 500, 100, 10, പിന്നെ പോയിന്റ്സുകൾ, അരി. എന്താ ക്യാഷ് ഇടുന്ന കണ്ടില്ല ഓരോരുത്തർ. എന്താ ഇതാണ് ചെമ്പ്. ഇതാട്ടോ അക്ബർ ഭാഷ കൊടുത്തത്. അത് ജഹാംഗീർ അവർ കൊടുത്തത്. ഇതാണ് അക്ബർ ഭാഷ കൊടുത്തത്. ഇതാണ് അക്ബർ ഭാഷ കൊടുത്തത് കേട്ടോ. അത് ജഹാംഗീർ കൊടുത്തത്. അപ്പം അതിൻ്റെ വ്യക്തമായി. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടൊന്ന് പോയി കേട്ടോ. അവിടെ മെയിൻ ഗേറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടൊന്ന് പോയിട്ട് എന്ത് ചെയ്യാം, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങോട്ട് പോയിട്ട് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം കണ്ടു നോക്കാം. എൻ്റെ ചെരുപ്പ് വെച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ചെരുപ്പൊക്കെ അവിടെ നിന്ന് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇതൊക്കെയാണ് അത് കണ്ടില്ല. എന്താ ഗേറ്റ് നമ്പർ 2 അത്. ഇതാണ് ഗേറ്റ് നമ്പർ 2 കണ്ടില്ലേ. ഇതാണ് മെയിൻ ഗേറ്റിൽ കയറി വരുന്നത്. ഗേറ്റ് നമ്പർ 1 കേട്ടോ. ഇതാണ് ഗേറ്റ് നമ്പർ 1. അവിടെ നിന്നാണ് എൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ പോയത്. നമുക്ക് എന്താ ചെയ്യുക, ആ മസ്ജിദിൻ്റെ ഉള്ളിലോട്ടും കൂടി ഒന്ന് കയറി നോക്കാം. ആ മസ്ജിദിൻ്റെ ഉള്ളിലോട്ടും നമുക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാം. ഇതൊക്കെ തന്നെ ഉള്ളൂ അജ്മീർ കാണാൻ. എന്തായാലും ഞാൻ ഇതിലൂടെ പറയുമ്പോൾ അതൊരു നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടില്ല. ഇവിടെ വന്നറിയണം ഇതിൻ്റെ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് അനുഭവിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തിഹീനം നമ്മളെ മനസ്സിന് ഒരു സന്തോഷം പകരാൻ കഴിയുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് കണ്ടില്ലേ. എന്താ ഭംഗിയല്ലേ മസ്ജിദ് കാണാൻ. ഓരോ മസ്ജിദിനും ഓരോ ചരിത്രങ്ങൾ പറയാണ്ടിട്ടാ ഇതുപോലെയാണ് കണ്ടില്ലേ. അതാണ് ഇന്ത്യയുടെ സുൽത്താൻ ഹാജ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറുപ്പത്തിലാവുമ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പഠിച്ചല്ല അജ്മീർ ഇതുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ട ഒരു മർക്കസിലൊക്കെ ആയിരുന്നു. അങ്ങനെ വന്ന് ഓതിയിട്ടും പഠിച്ചിട്ടും അങ്ങനെ പഠിച്ച് നല്ലൊരു പേരുള്ള 7 വയസ്സിൽ ഞാൻ ഏകദേശം ഖുർആൻ മനപ്പാടാക്കിയതൊക്കെ ആളാണ്. ഖുർആൻ കാണാപ്പാടം പഠിച്ച ഒരാളൊക്കെ. അതാണ് ഞാൻ നടക്കുന്നത്. കോലത്തിലൊന്നുമില്ല, നമ്മൾ ഗുരു പറഞ്ഞത്. എല്ലാം നമ്മളുടെ കൽബ് ഇങ്ങനെ ആക്കുക. അപ്പോൾ അതങ്ങനെ പോവാ. അപ്പോൾ എന്താ ഷെക്ലി എൻ്റെ 3 പേരാണ്. ടിപ്പു സുൽത്താൻ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ, ആർക്കാടിൻ്റെ ടിപ്പു സുൽത്താൻ. ഇത് ഷെക്ലി, മുഹമ്മദ് ഷെക്ലി. ഇത് നൗഫീർ.
അപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറയുന്നത് ഇതാ നമ്മളിപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. എന്ത് ചെയ്യും, ഞാൻ വീഡിയോ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടുത്തെ ജനങ്ങളൊന്ന് കണ്ടോളി. ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ. പെരുന്നാളായിട്ട് നല്ല ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.